അമ്മച്ചി സലോമി എന്നെ വിളിച്ചു, ഹലോ എന്ന് പറഞ്ഞു. എന്നിട്ടൊരു കരച്ചിലാണ് കേട്ടത്. എന്താ ഉണ്ടായത്? സലോമിയോട് അവള് കിടപ്പാ മോനെ, ഒന്നും കഴിക്കുന്നില്ല, കുളിക്കുന്നില്ല. എന്താ കാര്യമെന്ന് പറ. അവളുടെ ജർമ്മനി പോക്ക് മുടങ്ങി. അയ്യോ, വിസയ്ക്ക് ഒരു 3 ലക്ഷം രൂപ കൂടി കൊടുക്കാനുണ്ടായിരുന്നു. ഈ വീട് സ്ഥലവും ബാങ്കിൽ പണയം വെക്കാന്നാ വിചാരിച്ചത്. എന്നിട്ട് ആധാരം ബാങ്കുകാരെ കാണിച്ചപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. സലോമിയുടെ അപ്പച്ചൻ്റെ ഒരു പെങ്ങള് കന്യാസ്ത്രീയാ, ഇറ്റലിയിൽ. സ്വത്തൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പോയതാ. പക്ഷെ അവരുടെ ഒപ്പില്ലാതെ ബാങ്കുകാർ പണം തരില്ല. എന്നിട്ട് ഇറ്റലി വിളിച്ചില്ലേ? വിളിച്ചു. അവൾ വന്ന് ഒപ്പിടാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ വരാൻ 1 മാസം കഴിയും. അവിടെ പോപ്പിൻ്റെ ഒരു വലിയ സമ്മേളനം നടക്കുക അത്രേ. അപ്പോഴേക്കും വിസയുടെ കാലാവധി തീരും. 3 ലക്ഷം വേണമല്ലേ? മോൻ വ്യാകുലപ്പെടുവൊന്നും വേണ്ട. കർത്താവ് കനിഞ്ഞില്ല എന്ന് വിചാരിച്ചാൽ മതി. സലോമി കരയാതിരിക്കുക. അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന വിഷയമൊന്നുമില്ലല്ലോ, അത് കളയാൻ പാടില്ല. ഞാനൊന്ന് നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടോ. അമ്മച്ചി വിളിച്ചെഴുന്നേപ്പിച്ച് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. അസുഖമൊന്നും വരുത്തി വെക്കണ്ട. അവനെ ഒന്ന് തന്നെ. എന്താ പക്ഷേ നമുക്കൊരു കൂട്ടപ്രാർത്ഥന നടത്തിയാലോ? അന്നത്തെ പ്രാർത്ഥനയെ അത് വർക്കൗട്ട് ആയിട്ടില്ല. ഞാനൊന്ന് പോയിട്ട് വരാം. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് നല്ല പ്രാർത്ഥന. എൻ്റെ പ്രകാശ, നീ വല്ല ചാനലും കയറി കോമഡി ഷോയ്ക്ക്. ഉറപ്പാ നിൻ്റെ ഈ കോമഡി ആയിട്ട് ജനം ചിരിച്ച് മരിക്കും. അനിതേ, അമ്മയെ വിളിക്ക്. നല്ല കോമഡി ആക്കണമെങ്കിൽ വരാൻ പറ. ഇവിടെ ഒരാളെ ജർമ്മനി പോകുന്നു. എന്താ പ്രതിഭ? അമ്മ ദൈവം ജർമ്മനിക്ക് പോകുന്നു, നഴ്സിൻ്റെ പണിക്ക്. വിസയ്ക്ക് 3 ലക്ഷം രൂപ വേണോ അത്രേ. ഈശ്വരാ, നീ എന്നെ എങ്ങനെ ചിരിപ്പിക്കാതെ. നിനക്ക് എന്തു പറ്റി പ്രകാശ? തമാശ അല്ലമ്മേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇത്രയും കാലായി, നീ ഇവിടെ ഏതെങ്കിലും ആശുപത്രിയിൽ പണിയെടുത്തോ? പിന്നെ ജർമ്മനി. അമ്മ ഇവിടെ നക്കാപ്പിച്ച ശമ്പളമേ കിട്ടുള്ളൂ. എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ സമരം ചെയ്യണം. അപ്പോൾ ആശുപത്രിക്കാരെ ഗുണ്ടകൾ വന്ന് മുട്ടുകാർ തല്ലി ഓടിക്കും. ഞാൻ 4 കാലം എഴുതാൻ അമ്മയ്ക്ക് കാണണം. നീ 2 കാലം നടന്നിട്ട് വല്ല ഗുണമുണ്ടോ? 4 കാലം ഒരു ചേഞ്ച് അല്ലടാ. ഒന്നിനും പണ്ടേ സംസ്കാരമില്ല. എടാ, ബൈക്ക് വിറ്റാലും പിന്നെ വേണ്ട പണം. കിട്ടുന്നതാവട്ടെ. എടാ, നിന്റെ അളിയനെ ദുബായ് ഡ്യൂട്ടി ഫ്രീന്ന് 6 കോടി ലോട്ടറി അടിച്ചില്ലേ? ഈ 3 ലക്ഷം അയാൾക്കൊരു പ്രശ്നമാണോ? 10 പൈസ കിട്ടില്ല. അയാൾ അല്പന. ലോട്ടറി അടിച്ചപ്പോൾ തന്നെ ഡ്രൈവർ ജോലി വേണ്ടെന്ന് വെച്ചില്ലേ. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ പറ. എന്തെങ്കിലും ഈട് കൊടുക്കണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? എടാ, നമ്മുടെ ആ മാവുങ്കല കേശവന്നേരല്ലേ, ആ, പുള്ളി തരും. പക്ഷെ കൃത്യമായിട്ട് പലിശ കൊടുക്കേണ്ടി വരും. അത് പ്രശ്നമില്ല. അതെ, കൊടുക്കാൻ തീരുമാനിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. ഈട് കൊടുക്കാൻ വീടും സ്ഥലമൊക്കെ കൂട്ടുസ്വത്താ. അമ്മയത് തരില്ല. പക്ഷേ കേശവന്നാര് വീണ വായിക്കണം. ഇവന് പ്രാണവേദന അല്ലേ. ഈ വീണവാനിക്ക് പ്രാണവാനിക്ക് തമ്മിൽ കണക്ഷൻ ഉണ്ട്. എന്തെല്ലാരും കൂടെ? കേശവേട്ടനെ ഒന്ന് കാണാമെന്ന. അയ്യോ, ചേട്ടൻ മൂന്നാറി ഭൂമി കയ്യേറാൻ പോയേക്കുവാ. ഭൂമി കയറാൻ? അതെ. അവിടെ പോലീസൊക്കെ ഉണ്ടാവില്ലേ? റിസ്ക് അല്ലേ? ഏയ്, വലിയൊരു കുരിശും കൊണ്ടാ ചേട്ടൻ പോയേക്കുന്നത്. കയ്യേറിയ സ്ഥലത്ത് ഈ കുരിശ് നാട്ടിയാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനിയിപ്പോ രണ്ടും കൽപ്പിച്ച് അളിയനെ ചെന്ന് കാണാൻ വഴിയുള്ളൂ. പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു ആന എന്ന് കേട്ടിട്ട്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലടാ. എന്നാലും ഒന്ന് മുട്ടി നോക്കാല്ലേ? മുട്ടി നോക്കുന്നേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബൈക്ക് കൊണ്ട് പോയിക്കോ. ആ, ഏതോ ഒരു കൃഷ്ണകുമാർ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു ഓട്ടോ എടുത്തിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. ചേച്ചിയില്ലേ? ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. നീയായിരുന്നോ? ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടപ്പോൾ കയറി വിളിച്ചതാ. സംഭാവനക്കാരെ കൊണ്ട് തോറ്റടാ. ഇന്നലെ തന്നെ ഒരു പള്ളിയിലച്ചൻ വന്നിരുന്നു, എന്തോ അനാഥ മന്ദിരം പണിയാണെന്ന് പറഞ്ഞിട്ട്. വസന്തയുടെ സ്വഭാവം അറിയാലോ, ചോദ്യമില്ല ഉത്തരവില്ല. അപ്പം തന്നെ 5 ലക്ഷം രൂപ എഴുതി കൊടുത്തു.
ചേച്ചിക്ക് സുഖം തന്നെയല്ലേ? ഓ എന്ത് സുഖം. ഈ വീടിൻ്റെ പണി കഴിയുന്നതിന് വരെ ഭയങ്കര ടെൻഷനാണ് എൻ്റെ പ്രകാശ. അതുകൊണ്ടല്ലേ അമ്മയെ കാണാൻ പോലും വരാൻ പറ്റാത്തത്. കണ്ടില്ലേ, കപ്പലിൻ്റെ മോഡലിലാണ് പണിയുന്നത്. വസന്തേട്ടന് കപ്പൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ എനിക്ക് പഴയ പോലെ തന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ അല്ലേ? ചേച്ചിയുടെ ഒരു ജോലി ശരിയായിട്ടുണ്ട് ചേച്ചി. ഉഗ്രൻ ജോലി ജർമ്മനിയിൽ. പക്ഷേ ചേച്ചി അളിയനും ചെറുതായിട്ടൊന്ന് കനിയണം. എങ്ങനെ? ചേച്ചിക്ക് കാശ് ശരിയായിട്ടില്ല. ഒരു 3 ലക്ഷം രൂപയുടെ കുറവുണ്ട്. ശമ്പളം കിട്ടിയ ആദ്യം ആ കാശ് ഞാൻ തിരിച്ചു. പക്ഷേ വസന്തേട്ടനോട് പറഞ്ഞ് ചേച്ചി ഇതൊന്ന് ശരിയാക്കി തരണം. ഇന്നലെ നീ എവിടെയായിരുന്നു? ഇന്നലെ ഞാൻ എവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് വരായിരുന്നു? ഇന്നലെ എറണാകുളത്ത് നിൽക്കും. അത് എൻ്റെ കുറ്റാണോ? എടാ, ഇന്ന് രാവിലെയാണ് ലംബോർഗിനി വാങ്ങാൻ തീരുമാനിച്ചത്. കയ്യിലുണ്ടായിരുന്ന കാശെടുത്ത് അപ്പം തന്നെ അഡ്വാൻസും കൊടുത്തു. ലംബോർഗിനി നന്ദിനി എന്നൊക്കെ പറയുന്ന പോലുള്ള പശുവല്ലേ? നാടനാണെങ്കിൽ വെച്ചൂരും കാസർഗോഡ് കുള്ളനൊക്കെയാണ്. ലംബോർഗിനി പശുവോ? എടാ പൊട്ട, ലംബോർഗിനി എന്ന് പറഞ്ഞാൽ വലിയ പണക്കാർ മാത്രം വാങ്ങുന്ന കാറാ. 2.5 കോടിയാ വില. എനിക്ക് 3 ലക്ഷം രൂപയുടെ ആവശ്യമുള്ളൂ. നടക്കില്ല പ്രകാശ. വസന്തേട്ടൻ കാശൊക്കെ ബിസിനസ്സിൽ ഇട്ടേക്കുക. നീ ചെല്ല്. ലംബോർഗിനിയെ പറ്റിയാണ്. നീ ബൈക്ക് വിറ്റു അല്ലേ? പിന്നെന്ത് ചെയ്യാൻ? അമ്മയെ ലക്ഷത്തിൽ ഒരാൾക്ക് പോലും കിട്ടുന്ന വിസ അല്ലത്. നിന്നെ തീരെ വിശ്വാസമില്ലാത്തതുകൊണ്ട് ചോദിക്കുക. നിനക്ക് ശരിക്കും വിസ കിട്ടുമോ? എൻ്റെ നെഞ്ച് പിളർന്ന് കാണിച്ചു തരട്ടെ. എനിക്ക് നിന്റെ പൂർവ്വകാല ചരിത്രം അറിയാലോ. തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ അയാൾക്ക് ഒരിക്കലും നന്നാവാൻ പാടില്ല. ഞാൻ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം. അതും നീ പലതവണ ചെയ്തതാ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എൻ്റെ കണ്ണടയുന്നതിന് മുൻപ് നീ ഒന്ന് നന്നായി കണ്ടാൽ മതിയായിരുന്നു. വേറെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് കയറിയതാണെങ്കിലും പ്രദീപന്റെ ഭാര്യ ഉണ്ടല്ലോ, നല്ല മനസ്സാ. നീ ഒന്ന് രക്ഷപ്പെട്ടാ മതിയെന്ന അവക്ക്. പ്രദീപൻ അറിയാതെ അവളുടെ പേരിലുണ്ടായിരുന്ന ചിട്ടി പിടിച്ചു. ചുരിദാറും ഉടുപ്പൊക്കെ തയ്ച്ചു കിട്ടിയ കുറച്ച് പണം എൻ്റെയിലും ഉണ്ട്. താങ്ക് യു അമ്മേ. എത്ര കാണും? काम करने आया तो काम करो, मोबाइल में टाइम पास मत करो. दोबारा कंप्लेंट नहीं आना चाहिए, समझा? गोपाल जी, मैं तो ए, चुप रहो, सब जाओ, जाओ, काम करो. ആ ഇതെങ്ങനെ ഇവിടെ? വണ്ടി കണ്ടപ്പോൾ തോന്നി ആളുകളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. എന്താ പുതിയ തട്ടിപ്പ്? തട്ടിപ്പ്? ഗോപാൽജി എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ. വണ്ടി കയറി. എല്ലാം ഞാൻ വിശ്വസിച്ചു. പക്ഷെ 1 ലക്ഷം പോയിട്ട് 1 രൂപ പോലും തരാൻ എൻ്റെ കയ്യിൽ. ഗോപാൽജിയെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ പിന്നെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ബൈക്ക് വിറ്റു. അമ്മ ഉള്ളതെല്ലാം നുള്ളിപ്പുറക്കി തന്നു. ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ സലോമിയുടെ വിസ ക്യാൻസലാവും. ഞാൻ പെരുവഴിയിലും ആവും. ഒരു തിരിമറി കൂടി വന്ന 1 മാസം. അപ്പോഴേക്കും പോപ്പിന്റെ സമ്മേളനം കഴിഞ്ഞാൽ ഇറ്റലിക്കാരിങ്ങ് വരുമല്ലോ.